ഇപ്പൊ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിനിടയിൽ പാകിസ്ഥാൻ ടീമിലുള്ള ഒരു പ്ലെയർ ഇന്ത്യൻ ഫാൻസിനെ കാണിച്ച റിയാക്ഷനാണിത്. 6-0, അതായത് ഇന്ത്യയുടെ 6 വിമാനം വെടിവെച്ചിട്ട് അങ്ങനൊരു മീനിങ് വരുന്ന ഒരു ആക്ഷൻ ആയിരുന്നത്. ക്രൗഡ് കോഹ്ലി കോഹ്ലി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് അതിൽ ട്രിഗറായിട്ട് ഇവൻ ക്രൗഡിന് നേരെ ഈ ആക്ഷൻ കാണിച്ചത്. ഇജ്ജാതി അപരാധങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും ഇവന്മാരെ കൊണ്ട് ചെയ്യാൻ പറ്റൂല. ഈ 2025 ഏഷ്യ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ടീമിലുള്ള ഒരാളുമായിട്ടും ഹാൻഡ് ഷേക്ക് ചെയ്തില്ലായിരുന്നു. ഇത് കണ്ടിട്ട് കളകറഞ്ഞ ക്രിക്കറ്റ് പ്രേമി എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന കുറെ ടീംസ് വന്നിട്ട് അതിനെതിരെ പറഞ്ഞായിരുന്നു, ഇത് ക്രിക്കറ്റ് അല്ലേ, ഒരു ഗെയിം അല്ലേ, സ്പോർട്സിന്റെ ഇതിൽ എടുത്തൂടെ, ഹാൻഡ് ഷേക്ക് ചെയ്യായിരുന്നു എന്തെന്നൊക്കെ. അതിനൊക്കെയുള്ള ഉത്തരം ഇപ്പൊ കിട്ടിക്കാണുമല്ലോ. ഇവന്മാരെ തൊലിഞ്ഞ സോങ് കൊണ്ട് തന്നെയാണ് അന്ന് ഹാൻഡ് ഷേക്ക് ആയിരുന്നത്. ഇനി ഇവ ഇത്തരത്തിലുള്ള റിയാക്ഷൻ മാച്ചിൽ ഇട്ടതിന് ന്യായീകരിക്കാനും കുറെ ടീംസ് ഉണ്ട്. ക്രൗഡ് ട്രിഗർ ആക്കിയിട്ടല്ലേ അങ്ങനെ ചെയ്തത്, അല്ലാതെ ചുമ്മാ ഒന്നും ചെയ്തല്ലേ എന്നൊക്കെ പറഞ്ഞു. ഇവരോടൊക്കെ എന്താ പറയാ? ഒരു മാച്ചിന്റെ ഇടയിൽ ഓപ്പോസിറ്റ് ടീംസിന്റെ ഫാൻസോ ആരോ ട്രിഗർ ചെയ്തോട്ടെ, അതിന് അതിൻ്റെതായ രീതിയിൽ എടുത്ത് സ്പോർട്സിന്റെ മാന്യത കളയാത്ത രീതിയിലാണ് റിയാക്ട് ചെയ്യാവുക, അല്ലാതെ ഇജ്ജാതി അപരാധങ്ങൾ കാണിച്ചു വെക്കല്ലേ വേണ്ടത്. പിന്നെ ഇവന്മാർ കാണിക്കുന്നത് 6-0, അതിനെന്തെങ്കിലും ഒഫീഷ്യലുള്ള തെളിവുണ്ടാന്ന് ചോദിച്ചാൽ അവന്മാർക്ക് തന്നെ ഒരു പിടുത്തമില്ല. ഇത് സ്ഥിരീകരിക്കുന്നതായിട്ടുള്ള ഒഫീഷ്യൽ തെളിവുകൾ അവന്മാരെ സ്വന്തം വാട്സപ്പ് ഗ്രൂപ്പുകളിലും പിന്നെ പാകിസ്ഥാന്റെ സ്പോർട്സ് പേജിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ എന്നാണ് ഇതുവരെ അറിയാൻ പറ്റിയത്. പിന്നെ കുറ്റം പറയാൻ പറ്റത്തില്ല, അവന്മാരെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. യുദ്ധവും തോറ്റ്, ആദ്യത്തെ കളിയാണെങ്കിൽ പട്ടികളെ കണക്ക് തോറ്റ്, രണ്ടാമത്തെ കളിയാണെങ്കിൽ അടിച്ച് അണ്ണാക്കി കൊടുത്തിട്ടേക്കുന്നത്. ഇതൊക്കെ കണ്ട് ഫ്രസ്ട്രേറ്റ് ആയ പിന്നെ പിടിച്ചാൽ കിട്ടൂ, സമനില കിട്ടൂ, എന്തെങ്കിലും കാണിച്ചു പോകൂലേ? അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഇതൊക്കെ കണ്ട് ഇതൊക്കെ കേട്ട് അണ്ണന്റെ കയ്യിൽ നിന്ന് പോയി. അപ്പൊ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ് ഇങ്ങനെ റിയാക്ഷൻ കാണിക്കാനും, ഇജ്ജാതി അവരാധിച്ച് റിയാക്ഷൻ കാണിക്കാനും, ഒരു തെളിവില്ലാത്ത കാര്യം സത്യമാണെന്ന് പറയാനും അല്ലാതെ ഈ മുണ്ണളെ കൊണ്ട് വേറൊന്നും പറ്റത്തില്ല. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കിയാണ്, ഇത്രയും ഷോ ഓഫും കാണിച്ചിട്ട് 2 കളി പറഞ്ഞ് തോറ്റിട്ട് സ്വന്തം നാട്ടിലോട്ട് ചെല്ലാൻ ഇവന്മാരുടെ അവസ്ഥ. പിന്നെ ഇവന്മാർക്ക് തോൽവിയൊരു പുത്തരിയില്ല, അതുകൊണ്ട് ഇത്ര സീനൊന്നും കാണത്തില്ലായിരിക്കും.